ബിഗ് ബോസ് മലയാളം സീസൺ 7 അതിന്റെ അവസാന ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണിപ്പോൾ. എല്ലാ സീസണിലും പോലെ ഈ സീസണിലും പടിയിറങ്ങിപ്പോയവർ ഓരോരുത്തരായി ഫിനാലെ മത്സരാർത്ഥികളെ കാണാൻ തിരിച്ച് ഹൗസിനുള്ളിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഹൗസിനുള്ളിലെ കണ്ടസ്റ്റൻസ് ഈ ഒരു സന്ദർശനം നേരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, അവരും കണ്ടതാണല്ലോ നേരത്തെ സീസണൊക്കെ തന്നെ. അതുമാത്രമല്ല, ഈ ആഴ്ച അവർക്ക് നൽകിയ റേഷൻ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. ആദ്യം ഹൗസിനുള്ളിലേക്ക് എത്തിയത് അപ്പാനി ശരത്താണ്. പ്രധാന വാതിലിലൂടെ ഒരു പുലിയുടെ മാസ്ക് ഒക്കെ വെച്ചിട്ടായിരുന്നു അപ്പാനി അകത്തേക്ക് കയറിയത്. പുലിയുടെ മറ്റൊന്നും കൊണ്ടല്ല, അപ്പാനിയുടെ എവിക്ഷൻ നിങ്ങൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അല്ലെ. പുലിയുടെ മാസ്ക് ധരിച്ചെത്തിയ ബിഗ് ബോസിന്റെ ഒരു അനുയായി അപ്പാനിയെ പ്രധാന വാതിലിലൂടെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ എന്നോണം ആയിരിക്കണം ബിഗ് ബോസ് അപ്പാനിക്ക് ഒരു മാസ്ക് നൽകിയത്. എന്തായാലും ഹൗസിനുള്ളിൽ കയറിയതോടെ അപ്പാനി ആ മാസ്ക് ഊരി എറിഞ്ഞു. എനിക്കിത് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞായിരുന്നു എറിഞ്ഞത്. ആ മാസ്ക് എന്തായാലും നമ്മുടെ നെവിൻ കൈക്കലാക്കിയിട്ടുണ്ട്. അപ്പാനി എത്തിയതിനു ശേഷം കണ്ടസ്റ്റൻസിനോടായി ബിഗ് ബോസ് പറയുന്നുണ്ട്, അപ്പാനിയോട് കൂടുതലൊന്നും ചോദിക്കരുത്, അപ്പാനി അത് പറയില്ല എന്ന്. എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട്. രണ്ടാമതായി ഹൗസിനുള്ളിലേക്ക് കയറിയത് കലാഭവൻ സരികയാണ്. സരികയുടെ ഹൗസിനുള്ളിലേക്കുള്ള എൻട്രി നമ്മുടെ സ്റ്റോർ റൂം വഴിയായിരുന്നു. അടുത്തതായി ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി ചെയ്തത് 3 പേരാണ്. മുൻഷി രഞ്ജിത്തും ആർജെ ബിൻസിയും ഷൈത്തിയും. എല്ലാവരെയും കണ്ടതും നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ വളരെ ഹാപ്പിയാണ് കേട്ടോ. ഇതിനു മുമ്പുള്ള സീസൺ പോലെയല്ല, ഈ സീസണിൽ പുറത്തായവർ ഹൗസിനുള്ളിലേക്ക് റീ എൻട്രി ചെയ്യുന്നതിനോട് പ്രേക്ഷകർക്ക് അത്ര വലിയ താല്പര്യമൊന്നുമല്ല. അതിന്റെ കാരണം ഇതാണ്, ഈ സീസണിന്റെ അവസാന ആഴ്ചകളിലാണ് നമ്മുടെ മത്സരാർത്ഥികൾക്കിടയിൽ അടിയും വഴക്കമൊന്നും ഇല്ലാതെ ഒരു സ്നേഹമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങിയത്. ഇനി പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അതിനെന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമോ എന്ന കൺസേൺ ആണ് പ്രേക്ഷകരെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരാനിരിക്കുന്ന കണ്ടസ്റ്റൻസിന് വേണ്ടി നമുക്കും വെയിറ്റ് ചെയ്യാം.